എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചേക്കണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എനേബിൾ ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അല്ലെങ്കിൽ ഈ ചാനലിൽ വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാതെ വരും. ഞാനിത് എടുത്തു പറയാനുള്ള കാരണം കുറേയധികം ആൾക്കാർ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, അതുകൊണ്ട് വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ അയക്കാറുണ്ട്. ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് വെച്ചേക്കണേ. അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്കത് കാണാനും കഴിയും. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം, പ്രത്യേകിച്ച് സ്ത്രീകളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഈ സാരി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിടത്ത് ഇരുന്നിട്ട്, അതായത് സാരി കൊടുത്തിട്ട് നിങ്ങൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആ സാരി ഒന്ന് നേരെ ഇടാനൊക്കെ ശ്രമിക്കാറില്ലേ? ഇത്തരമൊരു സാഹചര്യം എങ്ങനെ മാനേജ് ചെയ്യും? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് പറയാൻ കാരണം കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫ് രേണു സുധി കുറേ അധികം കോൺട്രവേഴ്സികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണു. ലേറ്റസ്റ്റ് ആയിട്ടൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുവിൻ്റെ വസ്ത്രധാരണമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച. അവരിവിടേക്ക് കാണിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുന്നു, രേണുവിൻ്റെ വസ്ത്രധാരണം ശരിയല്ല തുടങ്ങി സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ ചെയ്യുന്ന മഹത് വ്യക്തിത്വങ്ങൾ ഒരു വിചാരണ തന്നെ നടത്തിയിരിക്കുകയാണ്. ഇന്നലെ കണ്ട ഒന്ന് രണ്ട് വീഡിയോ, അതിൽ ഒന്നിൽ രേണു ഒരു ഹാഫ് സാരിയെ കൊടുത്തിട്ട് ഒരിടത്ത് ഇരുന്നിട്ട് എഴുന്നേക്കുന്ന ഒരു വീഡിയോ ആണ്. എഴുന്നേറ്റ് ഉടനെ തന്നെ അവർ ആ സാരി ഒന്ന് നേരെ പിടിച്ചിടുന്നുണ്ട്. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. സദാചാരവാദികളുടെ കുരു പൊട്ടി ഒലിക്കുകയാണ്. ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരാം. ഇതിനകത്ത് രേണു എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ, അവർ ഹാഫ് സാരിയാണ് ധരിച്ചിരുന്നത്. ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് അവരാദ്യം ചെയ്തത് ആ ഡ്രസ്സ് ഒന്ന് നേരെ ഇടുകയാണ് ചെയ്തത്. അതിനവരെ അറഞ്ചം പറഞ്ഞും തെറി പറയുകയാണ്. വസ്ത്രധാരണം ശരിയല്ല, രേണു ഇപ്പം വസ്ത്രത്തിൽ ശ്രദ്ധിക്കുന്നില്ല, രേണു അത് ചെയ്യുന്നു, രേണു ഇത് ചെയ്യുന്നു, രേണുവിന് മര്യാദയ്ക്ക് നടന്നുകൂടെ, ഇമ്മാതിരി കമൻറ്റുകളാണ് ഈ പറയുന്ന വീഡിയോകളുടെയൊക്കെ താഴെ വരുന്നത്. ശരിക്കും അവർ കൊല്ലം സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിനെ അധികം ആർക്കും അറിയത്തില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് കുറേയധികം ആൾക്കാർക്കെങ്കിലും ഈ ഒരു വ്യക്തിയെ അറിയുന്നത്. അവർ അഭിനയിക്കാൻ ഇറങ്ങിയത് കൊണ്ടും ഇപ്പൊ നാടകത്തിലും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ച്, പിന്നെ ഈ ദാസേട്ടൻ കോഴിക്കോട്, പിന്നെ ആ ഡോക്ടർ മനു ഗോപിനാഥ്, ഇവരുടെ കൂടെയൊക്കെയുള്ള റീൽസും ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ ഇവരെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയതും അതോടൊപ്പം ഇവർക്ക് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു തുടങ്ങിയതും. അത് മാത്രമല്ല, രേണു എല്ലാത്തിനും ബോൾഡായിട്ട് മറുപടി കൊടുക്കുന്നു. മനു ഗോപിനാഥിന്റെ ആ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു അറിഞ്ഞുകൊണ്ടാണ് അത്തരം ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഇപ്പോൾ വൈറലാവാൻ വേണ്ടി എന്ത് കോപ്രായം കാണിക്കുന്ന ലെവലിലേക്ക്, അല്ലെങ്കിൽ എന്ത് ക്യാപ്ഷൻസ് കൊടുക്കുന്ന ലെവലിലേക്ക് തരം താഴാൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ രേണുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊരു ഡ്രസ്സ് ധരിക്കുന്നു, സാരി ധരിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ എത്രമാത്രമാണ്. ചില ആൾക്കാർ 10ഉം 12ഉം പിന്നുകളൊക്കെ കുത്തുന്നത് നമുക്ക് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാരി ഉടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പിന്ന്, ഇവിടെ ഒരു 5 പിന്നുണ്ടാവും. അങ്ങനെ പല സ്ഥലങ്ങളിലും പിന്ന് കുത്തിയായിട്ട് ഇറങ്ങുന്നത്. കാരണം ഒരു ശകലം പോലും പുറമെ കാണിക്കാതിരിക്കാൻ വേണ്ടി. ഈ വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റ് എന്ന് പറയുന്നത്, സത്യത്തിൽ ഈ കൊച്ചിനെ കൊണ്ട് യൂട്യൂബർമാർ കാശുണ്ടാക്കുക. ഒരു കമന്റ് അതാണ്. ഇപ്പോൾ രേണുവിൻ്റെ ഇന്റർവ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രേണുവിൻ്റെ ഇത്തരം വീഡിയോകൾ ചിത്രീകരിക്കുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, എന്താണ് പുറത്ത് കാണിക്കാൻ പാടില്ലാത്തത് അതായിരിക്കും ഇവർ സൂം ചെയ്തെടുക്കുന്നത്. ഫോക്കസ് ചെയ്യുന്നതും സൂം ചെയ്യുന്നതൊക്കെ ആ ഭാഗങ്ങളായിരിക്കും. അത് രേണുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പല നടിമാരുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ രേണു ഇത് ഇങ്ങനെ വസ്ത്രം ധരിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാർ എത്രയോ നടിമാരുടെ പ്രൊഫൈലിൽ പോയിട്ട് അനാവശ്യങ്ങൾ പറയുന്നു. ഇനി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ ലേഡീസ് യൂട്യൂബിനകത്തുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം കമൻറ്റ് ബോക്സിൽ പോയിട്ട് പൊളിയാണ്, ഡാൻസ് അടിപൊളിയാണ്, അതാണ് ഇതാണെന്ന് പറയുന്ന ഈ സദാചാര കമൻറ്റുവാദികൾ, ഞാൻ അങ്ങനെ തന്നെ പറയും. രേണുവിൻ്റെ വസ്ത്രദാനത്തിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുറ്റം കണ്ടുപിടിക്കുന്നു എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് രേണു ഇങ്ങനെ നടന്നിട്ടില്ല. സുധിച്ചേട്ടൻ പോയതിന് ശേഷമാണ് രേണു ഇങ്ങനെ അഭിനയിക്കാനൊക്കെ ഇറങ്ങിയത്, രേണുവിനെ പുറത്തേക്ക് അറിയുന്നത്. അപ്പോൾ ആൾക്കാർക്കൊരു ചൊറിച്ചിൽ ഒന്ന് ചൊറിഞ്ഞേക്കാം. പക്ഷേ ഈ ചൊറിച്ചിലൊക്കെ കാണുമ്പോൾ രേണു ബോൾഡായിട്ട് മറുപടി കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വീണ്ടും വീണ്ടും ഈ ചൊറിയാനുള്ള ടെൻഡൻസി വരുന്നത്. എവിടെയാണോ മറുപടികൾ കിട്ടുന്നത് അവിടെ ആൾക്കാർക്ക് കൂടുതൽ പ്രകോപിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെയും കണ്ടുവരുന്നത്. ഇനി മറ്റൊരു വീഡിയോ, കഴിഞ്ഞ ദിവസം രേണുവിനൊരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ രേണു ധരിച്ചു വന്ന വസ്ത്രം, അതിൻ്റെയും താഴെ വന്ന കമൻറ്റുകൾ ഭയങ്കര മോശം കമൻറ്റുകളായിരുന്നു. അത് കാണിച്ചു തുടങ്ങിയോ, ഇത് കാണിച്ചു തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് മറ്റൊരു കമൻറ്റ്, ആ കമൻറ്റ് വളരെ വ്യക്തമായിട്ട് ആ വ്യക്തി എഴുതിയിട്ടുണ്ട്. ആ കമൻറ്റ് കൂടി നമുക്കൊന്ന് നോക്കാം. എറണാകുളത്ത് നടന്ന ഒരു ആഡ് ഷൂട്ടിന് വേണ്ടി അവർ കൊടുത്ത ഒരു ഡ്രസ്സാണ് രേണു ഇട്ടേക്കുന്നത്. ഓരോ ഡ്രസ്സിനും ഓരോ രീതികളുണ്ട്. അത് എങ്ങനെ വേറെയാണെന്ന് അവരവരാണ് തീരുമാനിക്കേണ്ടത്. ഇതിനകത്ത് രേണു ആ ഡ്രസ്സിൻ്റെ ഡിസ്കംഫർട്ട് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മുടി വെച്ചിട്ട് ആ ഭാഗം മറയ്ക്കുന്നത്. ഈ ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാൻ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്താണ് ഷൂട്ട് ചെയ്യുന്നത്. ആ ക്യാമറാമാൻ യാതൊരു കുറ്റവുമില്ല. അവർ ജീവിച്ചോട്ടെ, അവരെ വഴിക്ക് വിടുന്നതല്ലേ നല്ലത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ്, മോളെ ഇവരെല്ലാവരും കൂടി നിന്നെ ചതിക്കുകയാണ്,
ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. അവർ നിന്നെ വെച്ച് റീച്ച് കൂട്ടുന്നു. നിനക്ക് കിട്ടുന്ന നെഗറ്റീവ് കമൻറ്റുകളാണ് അവരുടെ വരുമാനം. വൈകിട്ടില്ല, രക്ഷപ്പെടുക. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വിഭാഗം ആൾക്കാർ രേണുവിനെ വെച്ച് മുതലെടുക്കുന്നുണ്ട്. അതായത് ഈ ഇത്തരം വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ട് നെഗറ്റീവ് കമൻറ്റുകൾ വരും. ആ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്ന അനുസരിച്ച് ആ ചാനലിന് റീച്ച് കൂടും. അതല്ലാണ്ട് അതിനകത്ത് രേണുവിനും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ ചിലപ്പോൾ റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഇത്തരം ഇനാഗുറേഷൻസിനോ അല്ലെങ്കിൽ പബ്ലിക് പരിപാടികൾക്ക് വരുമ്പോൾ ഈ ചാനലുകാരെന്തായാലും കാശ് കൊടുക്കത്തില്ല. അവർ ഇത്തരം വീഡിയോകൾ ഷൂട്ട് ചെയ്ത് മാക്സിമം റീച്ച് അവരുണ്ടാക്കുകയും ചെയ്യും. എനിക്കിപ്പോൾ രേണുവിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ രേണു ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത്തരം ചാനലുകൾക്ക് ബൈറ്റോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസോ കൊടുക്കാതിരിക്കുക. നിങ്ങളെ മുതലെടുക്കുന്നു എന്ന് തോന്നുന്ന ചാനലുകൾക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം ഏത് ചാനലാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ നഗ്നത എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് വിടുന്നതെന്ന് നമുക്കറിയാം. അവർ എത്ര നല്ല ഡ്രസ്സ് ധരിച്ച് വന്നാലും എവിടെയെങ്കിലും ഒരു കുഞ്ഞു ഹോൾ ഉണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് സൂം ചെയ്ത് പുറത്തേക്ക് കാണിക്കുന്ന ചാനലുകളുണ്ട്, പല കുയിലുകളുടെ പേര് പറഞ്ഞിട്ട്. അത്തരം ചാനലുകൾക്കെതിരെ സംസാരിക്കാൻ ആരുമില്ല, വളരെ കുറച്ച് പേര് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എത്ര പൊതിഞ്ഞു പിടിക്കാൻ നോക്കിയാലും എവിടെയെങ്കിലും ഒരു പോർഷൻ കണ്ടുപിടിച്ച് അതിനെ സൂം ചെയ്ത് പബ്ലിക്കിലേക്ക് ഇട്ട് ആ ആൾക്കാരെ തെറി കേൾപ്പിക്കുന്ന ഇത്തരം ചാനലുകളാണ് ആദ്യം ഇല്ലാതാവേണ്ടത്. രേണു ശരിക്കും അവർക്ക് കിട്ടിയ അവസരങ്ങൾ അവർ യൂസ് ചെയ്യുന്നു. അതിപ്പോൾ ഫോട്ടോഷൂട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാടകമായിക്കോട്ടെ, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും അവർക്ക് കിട്ടുന്ന അവസരം അവർ യൂട്ടിലൈസ് ചെയ്ത് അവർ മുന്നോട്ട് ജീവിച്ചു പോകുന്നു. അവരവരുടെ വഴിക്ക് വിടുക. ഇതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.